ഹലോ, വെൽക്കം ടു വേവ് ലെങ്ത് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 5 സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 11th ചാപ്റ്റർ ആണ്. അതുപോലെ ലാസ്റ്റ് ചാപ്റ്ററും കൂടെയാണ്. നിയമവും സമൂഹവും എന്നതാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു പാഠഭാഗം തുടങ്ങുന്നത് തന്നെ കുറച്ച് കുട്ടികൾ കളിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ അവരുടെ കളിയിൽ അവർ കുറച്ച് നിയമങ്ങളൊക്കെ പറയുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കാം. എന്താണ് നിയമം എന്ന് പറയുന്നത്? സമൂഹത്തിന്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം എന്ന് പറയുന്നത്. അപ്പോ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്ന് അറിയാം. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് നിയമങ്ങൾ അനിവാര്യമായിട്ടുള്ളതാണ്. വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ പൊതു താല്പര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായി വരുന്നത്. ഇവയാണ് നമ്മൾ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഈ നിയമങ്ങൾ പ്രധാനമായും രണ്ട് രീതിയിലാണ് രൂപപ്പെടുന്നത്. ഒന്ന് സാമൂഹിക വഴക്കങ്ങളിൽ കൂടെ രൂപപ്പെടുന്ന നിയമങ്ങൾ. രണ്ടാമത് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുന്ന നിയമങ്ങൾ. എന്താണ് ഈ സാമൂഹിക വഴക്കങ്ങൾ അഥവാ സോഷ്യൽ നോംസ് എന്ന് പറയുന്നത്? ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആചാരത്തിന്റെ ബേസിസിലൊക്കെ നടത്തി വരുന്ന നിയമങ്ങൾ അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന്. പക്ഷെ ചിട്ടയായി കാലാകാലങ്ങളോളം അതാണ് നടന്നു പോരുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് അത് അനുസരിച്ച് പോരുന്നുണ്ടായിരിക്കും. അതൊക്കെ ഈ പറയുന്ന സാമൂഹിക വഴക്കങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ നോംസിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ. ഇനി ഈ പറയുന്ന സാമൂഹിക വഴക്കങ്ങൾ വഴി രൂപപ്പെട്ട നിയമങ്ങൾ പിന്നീട് മാറ്റപ്പെടുകയോ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ നിയമങ്ങളെ കുറിച്ച് അറിയാം? ഗതാഗത നിയമങ്ങൾ, വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലാവകാശ നിയമത്തെ കുറിച്ചൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കാനുള്ള കാര്യങ്ങളാണ്. ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെന്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. രാഷ്ട്രം എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് നമ്മൾ രാഷ്ട്രം എന്ന് പറയുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ. ഏതൊക്കെയാണ് രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിന്റെ ഘടകങ്ങളായി വരുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചു വെച്ചേക്കാം. എന്താണ് രാഷ്ട്രം എന്ന് പറയുന്നത്? നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ ഒരു സമൂഹമാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ രണ്ടാമത് നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ സാമൂഹിക വഴക്കങ്ങളല്ലാതെ നമ്മൾ പറഞ്ഞു മറ്റൊരു രീതിയിലും കൂടെ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുന്നുണ്ടെന്ന്. ആ ഒരു വഴിയാണ് നിയമനിർമ്മാണ സഭകൾ എന്ന വഴി. അതായത് നമുക്ക് ഈ നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ഗവൺമെന്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ തന്നെ ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്ന് നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. അതുപോലെ തന്നെ കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. അപ്പോ ഇതാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ചിത്രം. ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് കേരള നിയമനിർമ്മാണ സഭയുടെ ചിത്രം. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ കുറച്ച് സിഗ്നൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇത് റോഡിന്റെ സുരക്ഷ ക്രമീകരിക്കാനാണ്. റോഡ് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം സിഗ്നൽസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന നിയമങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ മാത്രമല്ല എല്ലാവർക്കും ഈ പറയുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനും റോഡ് ഗതാഗതം കുറച്ചും കൂടെ സുഗമമാവുകയുള്ളൂ. ഓക്കെ ആണല്ലോ. നമുക്ക് എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ കാൽനട യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി നോക്കാം. ഓക്കെ. ഇനി എന്താണ് സൈബർ ലോകം അഥവാ സൈബർ തട്ടിപ്പുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ നവമാധ്യമങ്ങളിലൂടെ എത്ര എത്ര തട്ടിപ്പുകളാണ് നമുക്ക് ഡെയിലി ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്റർനെറ്റ് ഗെയിമുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിലൊക്കെ ധാരാളം തട്ടിപ്പുകൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നത് ആവിഷ്കരിച്ച നിയമമാണ്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 എന്ന് പറയുന്നത്. അതായത് 2000-ലാണ് ഇത് രൂപീകരിക്കുന്നത്. സൈബർ ലോ 2000 വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമമാണിത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിന്റെ വ്യവസ്ഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് കൂടെ മനസ്സിലാക്കാം. ഏതാണ്? വിവര സാങ്കേതിക വിദ്യാ നിയമം 2000. ഓക്കെ ആണല്ലോ. ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ മുൻപ് പറഞ്ഞു കുറച്ചധികം നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഓരോ നിയമങ്ങളെന്നും നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം.
അപ്പോ ഗതാഗത നിയമങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നേരത്തെ പറയുകയുണ്ടായി. സുരക്ഷിതമായ ബാല്യം എന്ന് പറയുന്നത് ഓരോ കുട്ടിയുടെയും അവകാശമാണ്. അപ്പൊ ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് കൊടുക്കുന്ന അവകാശങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യം വരുന്നത് ബാലവേല നിരോധന നിയമം 1986. ഇതില് ഉദ്ദേശിക്കുന്നത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണെന്നാണ്. ഈ വയസ്സ് എത്രയാണെന്ന് ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും പല നിയമങ്ങളും പഠിക്കുമ്പോൾ നമ്മള് ജനറൽ ആയിട്ട് എടുക്കുന്നത് കുട്ടി എന്ന് പറയുമ്പോൾ 18 വയസ്സിന് താഴെ എന്നാണ്. പക്ഷെ ബാലവേല നിരോധന നിയമം 1986 പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ് എന്നുള്ളതാണ് നിയമം വരുന്നത്. അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഇതിന്റെയൊക്കെ ഇയേഴ്സ് പഠിച്ചു വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. അടുത്തതാണ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഉണ്ട്. സംസ്ഥാന തലത്തിൽ എന്തുണ്ട്? സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട് എന്നത് കൂടെ മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ. അടുത്ത നിയമമാണ് ബാലനീതി നിയമം 2015. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം 2015. ഓക്കെ ആണല്ലോ. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിന്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ഇവിടെ 2 ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതും വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ജൂൺ 12 എന്താണ്? ബാലവേല വിരുദ്ധ ദിനമാണ്. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനമാണ്. അപ്പൊ ഈ ദിവസങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കുക. ഏതാണ്? ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം, നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനം. അതുകൂടാതെ ഇവിടെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. 1098. ഇതാണ് നമ്മുടെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. എത്രയാണ്? 1098. 1098 ആണ് നമ്മുടെ ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ എന്നത് കൂടെ മനസ്സിലാക്കാം. അടുത്തതാണ് പോക്സോ ആക്ട് 2012. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. ലിംഗപദവി വ്യത്യാസമില്ലാതെ, അതായത് ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് ഈ പറയുന്നതായ പോക്സോ ആക്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണിത്. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ നിയമം നടപ്പിലാക്കിയത്. അപ്പോൾ കുട്ടികളുടെ അവകാശ ഉടമ്പടി എന്നായിരുന്നു 1989 ഇന്റർനാഷണൽ ലെവലിൽ വന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പോക്സോ ആക്ട് ഓഫ് 2012 ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചത് എന്നത് കൂടെ ഒന്ന് ജസ്റ്റ് അഡീഷണൽ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിയമവാഴ്ച, അതായത് നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യത്തെയാണ് നമ്മൾ നിയമവാഴ്ച എന്ന് പറയുന്നത്. എന്താണ്? നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് അവയ്ക്ക് വിധേയപ്പെട്ട്, അതായത് ഈ നിയമങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. ഇപ്പോ നമ്മള് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്ന് വിചാരിക്കുക. അവിടുത്തെ നിയമത്തെ ലംഘിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഈ ഒരു സമൂഹത്തിലെ ഈ പല രീതിയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെ നമുക്ക് തീർക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്യേണ്ടതുണ്ട്. അതിന് എന്തൊക്കെ വഴികളാണ് അല്ലെങ്കിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്? ക്രമസമാധാന പാലനമാണ് പോലീസിന്റെ ചുമതല എന്നറിയാലോ. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുമുള്ള അധികാരം ആർക്കാണ്? കോടതികൾക്കാണ്. ഇപ്പൊ നമ്മൾ പല കമ്മീഷനുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. കമ്മീഷനുകൾക്കൊന്നും ശിക്ഷ നടപ്പിലാക്കാനുള്ള അവകാശമൊന്നുമില്ല. വേണമെങ്കിൽ ശുപാർശ ചെയ്യാം. പക്ഷെ നടപ്പിലാക്കാനുള്ള അവകാശമൊന്നും ഈ പറയുന്ന കമ്മീഷനുകൾക്കൊന്നും വരുന്നില്ല. അതിനാണ് നമ്മുടെ നാട്ടിൽ കോടതികളുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതി ഏതാണ്? അല്ലെങ്കിൽ പരമോന്നത കോടതി ഏതാണ്? സുപ്രീം കോടതിയാണെന്ന് മനസ്സിലാക്കാം. ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. നമ്മുടെ കേരള ഹൈക്കോടതി വരുന്നത് എറണാകുളത്താണെന്നും കൂടെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പലതരം കോടതികളെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ ആരാണ്? സുപ്രീം കോടതിയാണ്. അതിന് താഴെ ഹൈക്കോടതികളാണ്, താഴെ ജില്ലാ കോടതികളും, അതിന് താഴെ കീഴ്ക്കോടതികളും വരുന്നുണ്ട് എന്നതും കൂടെ മനസ്സിലാക്കാം. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് വരുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ നവംബർ 20, ജൂൺ 12 എന്ന് പറയുന്ന 2 ഡേറ്റ്സ്, അതിന്റെ പ്രത്യേകതകൾ ഓർത്തു വെച്ചിരിക്കുക. പിന്നീട് മറ്റ് ഇമ്പോർട്ടന്റ് കാര്യങ്ങളും ഈ ഒരു പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്തിട്ട് ഓർത്ത് മനസ്സിലാക്കി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പാഠഭാഗം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും മറ്റൊരു പാഠഭാഗത്തിൽ കാണാം. ഓക്കെ, താങ്ക് യു.